നമ്മുടെ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ കൊണ്ട് സംഗതികളെ കൂടുതൽ വഷളാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, അങ്ങനെ പ്രതികരിക്കേണ്ടിയില്ലായിരുന്നു എന്ന്. മറ്റുള്ളവരുടെ കോപത്തെ ശമിപ്പിച്ച് സമാധാനം അന്വേഷിച്ച ശാന്തമായി സംസാരിക്കുന്നു എങ്കിൽ അതല്ലേ ഏറ്റവും നല്ല പ്രതികരണം? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശാസനയും പ്രബോധനവും തർജ്ജനവും ഒന്നും കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്ത ഒരു തലമുറയോട് ദൈവവചനം പ്രസംഗിക്കേണ്ടത് എപ്രകാരം ആയിരിക്കണമെന്നാണ് സദൃശ്യവാക്യം 15-ാം അധ്യായം പഠിപ്പിക്കുന്നത്. അല്പവിശ്വാസികളും എടുത്തുചാട്ടക്കാരും ക്ഷിപ്രകോപികളും ഒക്കെ ആയിരുന്ന തൻ്റെ ശിഷ്യന്മാരെ ക്രിസ്തു വളരെ സൗമ്യതയോടുകൂടെ പഠിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അതിനർത്ഥം കർത്താവ് അവരെ ശാസിക്കുകയും ഗുണദോഷിക്കുകയും ഒന്നും ചെയ്തില്ല എന്നല്ല. കേൾക്കാം ആ സൗമ്യതയെക്കുറിച്ച്. സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം എടുത്താട്ടെ. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 15-ാം അധ്യായം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. 15-ാം അധ്യായത്തിൽ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസവും അതോടൊപ്പം നാവിൻ്റെ ജോലിയും ഹൃദയത്തിൻ്റെ ജോലിയുമാകുന്നു നാം കാണുന്നത്. 15-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാനത് വായിക്കാം. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. എത്ര വാസ്തവം ഈ വാക്യം! ഇത് വായിക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അബിഗയിലും നാബാലും ആകുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ മനസ്സിലും അങ്ങനെയാണ്. ഈ അബിഗയിലിനും നാബാലിനും ചേരുന്ന അനേകം വാക്കുകൾ ഇതിനോടകം നാം കാണുകയുണ്ടായി. അബിഗയിൽ സുന്ദരിയായ സാമർഥ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവളുടെ ഭർത്താവായിരുന്ന നാബാൽ ഭോഷനായ ഒരു മനുഷ്യനായിരുന്നെങ്കിലും ധനവാനായിരുന്നു. അബിഗയിൽ ഒരു സുന്ദരി, നാബാൽ വാസ്തവത്തിലൊരു മൃഗം. ദാവീദിൻ്റെ ആളുകൾ നാബാലിൻ്റെ അടുക്കൽ ഭക്ഷണത്തിനായി വന്നത് അബിഗയിൽ അറിഞ്ഞിരുന്നില്ല. പിന്നീട് അവൾ അത് അറിഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കിയത് നാബാൽ ദാവീദിൻ്റെ ആളുകളെ അധിക്ഷേപിച്ചു എന്നാണ്. ദാവീദ് നാബാലിൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ കാത്ത് പാലിച്ചിരുന്നതായിട്ട് ദാവീദ് തന്നെ പറയുന്നുണ്ട്. മരുഭൂമിയിൽ ദാവീദ് ഒളിച്ചിരുന്ന കാലത്ത് നാബാലിൻ്റെ ഇടയന്മാരോട് സൗഹാർദ്ദമായി ഇടപെടുകയും നാബാലിൻ്റെ ആടുകളെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് ദാവീദ് നാബാലിനെ അറിയിച്ചു. ദാവീദ് ചെയ്ത ഉപകാരത്തിന് നാബാൽ കാണിച്ചത് നന്ദികേടായിപ്പോയി എന്ന് അബീഗയിൽ മനസ്സിലാക്കിയപ്പോൾ അവൾ വളരെയേറെ ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ച് പെട്ടെന്ന് ദാവീദിനെ എതിരേറ്റിരുന്നു. അങ്ങനെ അവൾ ചെന്ന് അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണു. ദാവീദാണ് ഇസ്രായേലിന് ഇനിയും വരുവാൻ പോകുന്ന രാജാവ് എന്ന കാര്യം അവൾ അംഗീകരിക്കുകയും വളരെ മാന്യമായി അവനോട് സംസാരിക്കുകയും ചെയ്തതായി നാം കാണുന്നു. അവൾ ഒരു മൃദുവായ ഉത്തരം നൽകി. അത് ദാവീദിൻ്റെ കോപത്തെ ശമിപ്പിച്ചു. അതേസമയം കഠിനവാക്ക് കോപത്തെ ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. നാബാലിൻ്റെ വാക്കുകൾ കഠിന വാക്കുകളായിരുന്നുവല്ലോ. എത്ര നല്ല ഒരു ഗുണദോഷമാണ് ഈ വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ബൈബിളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ താങ്കൾ ഈ വാക്യത്തിന് ചേരുന്ന അനേകം ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. പരീശന്മാരെ ശാസിക്കുമ്പോൾ കർത്താവ് ഉപയോഗിച്ച ഭാഷ തിരുവചനത്തിലെ വാക്കുകളിൽ വെച്ച് ഏറ്റവും കർക്കശവും കഠിനവുമായിരുന്നു എന്ന് തോന്നാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതായിട്ടുള്ള ആ വാക്കുകൾ തെറ്റായിട്ടായിരുന്നുവോ? അല്ല, അവനത് ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്തു. എന്നാൽ ദൈവകൃപ ആവശ്യമായിരുന്നവരോട് അവൻ എത്ര കരുണയോടെയാണ് സംസാരിച്ചത് എന്ന് ശ്രദ്ധിച്ചാലും. പരീശന്മാർ അവർ ചെയ്യുന്ന തെറ്ററിഞ്ഞിട്ടും അതിൽ നിന്നും മാറാത്ത കഠിനഹൃദയരായിരുന്നു. എന്നാൽ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്,
യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോകുക, ഇനിമേൽ പാപം ചെയ്യരുത്. അങ്ങനെ ഒരു വ്യക്തിയോട് പറയുവാൻ കൊള്ളാവുന്ന എത്ര കരുണാർദ്രമായ വാക്കുകളാണ് കർത്താവ് ഉപയോഗിച്ചത്. അങ്ങനെ തിരുവചനത്തിൽ ഇതിൻ്റെ ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും നാം കാണുന്നുണ്ട്. കരുണയോടുകൂടിയ മൃദുവായ ഉത്തരത്തിന് ഒരു സമയമുണ്ട്. ഉത്തരം അല്പം കഠിനമായ വാക്കുകളാൽ നൽകേണ്ട സമയവുമുണ്ട്. പലപ്പോഴും നാം ചാടിക്കയറി കോപത്തോടെ സംസാരിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. എന്നാൽ ശാന്തമായി ക്ഷമയോടെ സംസാരിക്കുമെങ്കിൽ കാര്യങ്ങളും ഭംഗിയായി മുൻപോട്ട് പോകുന്നത് കാണാവുന്നതാണ്. ആരോടെങ്കിലും ദേഷ്യത്തോടെ സംസാരിക്കാൻ തോന്നുമ്പോൾ താങ്കൾ ചെയ്യേണ്ടത് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ദേഷ്യം ഒരു കാരണവശാലും ആർക്കും ഗുണം ചെയ്യില്ല. കഠിന വാക്ക് മറ്റുള്ളവരുടെ കോപത്തെ ജ്വലിപ്പിക്കുക മാത്രമേ ഉള്ളൂ. 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം എന്നോടൊപ്പം ശ്രദ്ധിച്ചാട്ടെ. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. വീണ്ടും നാവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. തിരുവചനത്തിൽ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിലും അധികം പ്രാവശ്യം നാവിനെ ദുർവിനിയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നുകണ്ട് മദ്യം ഉപയോഗിക്കാം എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്, മനസ്സിലായല്ലോ. അത് ഉപയോഗിക്കുന്നത് ശരിയാകുന്നു എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. അത് ഏതൊരു സമൂഹത്തിൻ്റെയും ശാപമാണ്, ഏതൊരു കുടുംബത്തിൻ്റെയും നാശമാണ്. ബൈബിൾ മദ്യപാനത്തെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ നാവിനെ ദുരുപയോഗം ചെയ്യുന്നത് തിരുവചനം കൂടുതൽ നിഷിദ്ധമായി കുറ്റപ്പെടുത്തുന്നു. താങ്കൾ വാസ്തവത്തിൽ ആരാകുന്നു എന്നുള്ളത് ലോകത്തോട് ആ ചെറിയ നാവ് പറഞ്ഞുകൊള്ളൂ. അപകടകാരിയായ ചെറിയ അവയവം എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ഏതൊരു വ്യക്തിയെയും നശിപ്പിക്കുവാൻ ശക്തമായ അവയവം. നാം ഇതിനെ എത്ര സൂക്ഷിക്കേണ്ടതുണ്ട്. നാവിനെ നിയന്ത്രിക്കുന്നവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാകുന്നു എന്നാണ് ചൊല്ല്. 3-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവയുടെ കണ്ണെല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും നോക്കിയിട്ട് ആരും താങ്കളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം താങ്കളെ കാണുന്നു. അകവും പുറവും ഒരുപോലെ കാണുന്നു. താങ്കളുടെ ചിന്തകൾ പോലും അവൻ വ്യക്തമായി അറിയുന്നു. ഈ അറിവ്, അതെ, അവൻ നമ്മെ കാണുന്നു എന്നുള്ള അറിവ് തീർച്ചയായും നമ്മെ കൂടുതൽ കൂടുതൽ സത്യസന്ധതയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കേണ്ടതാണ്. അത് വിശ്വസ്തതയിലേക്ക് നമ്മെ നടത്തേണ്ടതാണ്. നാം മോശ ചെയ്തത് ഓർക്കുന്നില്ലേ? ഒരു മിസ്രൈമ്യൻ തൻ്റെ സഹോദരന്മാരിൽ ഒരാളെ അടിക്കുന്നത് കണ്ട മോശ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം മിസ്രൈമ്യനെ അടിച്ചു കൊന്നു. മുകളിലേക്ക് നോക്കുവാൻ അവൻ മറന്നുപോയി. ആരെങ്കിലും അറിഞ്ഞു എന്നവൻ അറിഞ്ഞില്ല. എന്നാൽ ദൈവം അതറിഞ്ഞു. താങ്കളുടെ ജീവിതവും എൻ്റെ ജീവിതവും ദൈവം മുൻപാകെ ഒരു തുറന്ന പുസ്തകമാണ്. ഇവിടെ രഹസ്യ പാപമായിരിക്കുന്നത് സ്വർഗത്തിൽ പരസ്യ സംസാരമാണ്. യഹോവയുടെ കണ്ണെല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ടോ? അവൻ എന്തെങ്കിലും ഈ വിധത്തിലുള്ള കാര്യങ്ങൾ കാര്യമാക്കുന്നുണ്ടോ എന്ന് നാം പലപ്പോഴും സംശയിച്ചേക്കാം. സകല ദുഷ്ടതയെയും കയറൂരി വിട്ടിരിക്കുന്ന പോലെ തോന്നും, ഇല്ലേ? എന്നാൽ സുഹൃത്തെ, ദൈവം സകലവും വ്യക്തമായി കാണുന്നു. അവൻ എല്ലാം കണ്ട് രസിച്ച് അങ്ങനെ ഇരിക്കുകയല്ല. അവൻ കരുതുന്നവനും നമ്മുടെ ഈ ലോകത്തിൽ ഇന്നും പ്രവർത്തിക്കുന്നവനുമാകുന്നു. തൻ്റെ സമയത്ത് അവൻ സകലവും ചെയ്യും എന്ന് മറന്നു പോകരുത്. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. ഇവിടെ ഇതാ വീണ്ടും നാവ് വരുന്നു. ഇത് നമ്മെ അനേകം പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കാവുന്നതാണ് നാവ്. അതേസമയം തന്നെ നമ്മെ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുവാനുള്ള കഴിവും ഇതിനുണ്ട്. നാവ് ഒരു ശാപമോ അനുഗ്രഹമോ ആയിരിക്കാവുന്നതാണ്. ഈ അവയവത്തെ നാം എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നോർക്കണം. ഇതൊരിക്കലും നാം ലാഘവ ബുദ്ധിയോടുകൂടി കാണരുത്. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് നാവ്. 5-ാം വാക്യം, ഭോഷൻ അപ്പൻ്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ
വിവേകിയായിത്തീരും. ഉപദേശവും പ്രബോധനവും ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് സദൃശവാക്യങ്ങളിൽ വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭോഷനോട് യാതൊന്നും പറയുവാൻ കഴിയില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അത് വാസ്തവമാണ്. അവനോട് പറയാം, എന്നാൽ അവൻ അംഗീകരിക്കില്ല. കാരണം അവൻ പ്രബോധനം കൈക്കൊള്ളുന്നവനല്ല. ഇങ്ങനെയുള്ളവർ എത്ര വലിയ തലവേദനയായിരിക്കും എന്നറിയാമോ? 6-ാം വാക്യത്തിൽ, നീതിമാൻ്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടൻ്റെ ആദായത്തിലോ അനർത്ഥം. ഇത് ഭൗതിക സമൃദ്ധിയെക്കുറിച്ചല്ല പറയുന്നത്. നീതിമാൻ്റെ വീട്ടിലെ നിക്ഷേപം എന്ന് പറയുമ്പോൾ സന്തോഷം, സമാധാനം, സ്നേഹം, കരുണ, ആശ്വാസം അങ്ങനെയുള്ള അനുഗ്രഹീത നിക്ഷേപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവ ജീവിതത്തിലെ വലിയ നിക്ഷേപങ്ങളാണ്. ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് ദുഷ്ടൻ്റെ ആദായവുമായിട്ടാണ്. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ഇവിടെ നാവിൽ നിന്നും അധരത്തിലേക്ക് മാറുന്നു. എന്നാൽ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ജ്ഞാനി പരിജ്ഞാനം വിതറുന്നു. 8-ാം വാക്യം നോക്കിക്കാട്ടെ, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ഇതൊരു അടിസ്ഥാന തത്വമാകുന്നു. ദുഷ്ടന് നന്മ ചെയ്യുവാനോ ശരിയായത് ചിന്തിക്കുവാനോ കഴിയില്ല. അപ്രകാരം ചെയ്യുന്നത് അവനാൽ അസാധ്യമാണ്. അല്പം മുമ്പോട്ട് പോയി ഇതേ സത്യം പറയുന്ന മറ്റൊരു വാക്യം നമുക്കൊന്ന് നോക്കാം. അത് 26-ാം വാക്യമാണ്. അവിടെ നാം കാണുന്നത്, ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. ദുഷ്ടന്മാരുടെ ചിന്തകൾ വെറുപ്പാകുന്നു. അതുപോലെ തന്നെ അവൻ കൊണ്ടുവരുന്ന യാഗങ്ങളും എന്നാണ് നാം കണ്ടത്. അവർ യഹോവയ്ക്ക് വെറുപ്പായിരിക്കുന്നതിന് കാരണം അവർ തെറ്റിയിരിക്കുന്നതിനാലാണ്. അകത്തും പുറത്തും ഒരുപോലെ തെറ്റിയിരിക്കുന്നു. അവൻ ആകെ തെറ്റാണ്. അവൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. താഴ്മയോടെ വരുവാൻ അവൻ പഠിച്ചിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അവൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവൻ താഴ്മയുള്ള വ്യക്തിയാകുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥ ഗ്രഹിക്കുമ്പോൾ രക്ഷയ്ക്കായി ക്രിസ്തുവിങ്കിലേക്ക് വരും. എന്നാൽ അങ്ങനെ അനുഗ്രഹിക്കുവാൻ അവന് മനസ്സില്ല. താൻ നഷ്ടപ്പെട്ടവനാകുന്നു എന്നോ താൻ വഷളത്വത്തിലാകുന്നു എന്നോ ചിന്തിക്കുവാനോ അംഗീകരിക്കുവാനോ അവന് കഴിയുന്നില്ല. അതുപോലെ ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്. ഒരു വ്യക്തി ഭയങ്കര മതഭക്തിയുള്ള വ്യക്തിയായിരിക്കും. ആ വ്യക്തി പള്ളിയിൽ പോവുകയും അവിടെയുള്ള എല്ലാ ആചാരങ്ങളിലൂടെയും പോയെന്ന് വരാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ അതിന് യാതൊരു വിലയുമില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചെന്നാൽ അത് ദൈവവുമായി നിരപ്പിക്കുമെന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. മനുഷ്യരായ നാം അങ്ങനെയുള്ളവരെ അംഗീകരിക്കില്ല. പിന്നെ ദൈവം അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ എവിടെ ശരിയാകാനാണ്? ഹൃദയം രൂപാന്തരപ്പെടണം. ബാഹ്യമായി ഏതെങ്കിലുമൊക്കെ അലങ്കാരം ചെയ്യുന്നതിന് മുൻപ് ദൈവം ആന്തരിക അലങ്കാരം ചെയ്യുന്നു. താങ്കളുടെ അന്തരംഗത്തിൽ വേണ്ട അലങ്കാരങ്ങളൊക്കെ ചെയ്യാതെ പുറമേ അലങ്കരിച്ചത് കൊണ്ട് ദൈവം സന്തുഷ്ടനല്ല. അതിൽ അവൻ തൽപരനുമല്ല. ആദ്യം അകം ശരിയാകണം. അകത്തു നിന്നാണ് യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. 15-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നോക്കിക്കാട്ടെ. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. ദുഷ്ടന്മാരുടെ യാഗത്തെയും ചിന്തകളെയും ദൈവം കാണുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പറയുന്ന ദുഷ്ടന്മാരുടെ വഴിയും യഹോവയ്ക്ക് വെറുപ്പാകുന്നു, എന്നാൽ നേരുള്ളവരെ അവൻ സ്നേഹിക്കുന്നു. ക്രിസ്തുവാകുന്നു നമ്മെ നീതി ആക്കി തീർത്തത്. ഇത് നാം മറക്കരുത്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. താൻ തെറ്റാകുന്നു എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ബുദ്ധിമുട്ടാകുന്നു എന്നോർക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ഗുണദോഷത്തെയും അംഗീകരിക്കാത്ത അനേകം ആളുകളുണ്ട്. നിങ്ങൾ എന്തു പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നാശം അല്ലാതെ എന്തു വരാനാണ്? എപ്പോഴും സ്നേഹത്തോടെ കൂടിയ പ്രബോധനം നന്മയ്ക്കാണ്. അത് അനുസരിക്കുന്നത് കുറച്ചിലായിട്ടാണ് അനേകരും ചിന്തിക്കുന്നത്. ഇത്രയും നേരം നാവിനെക്കുറിച്ച് ചിന്തിച്ച് ഇനിയും അല്പസമയം നമുക്ക് ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കാം. 11-ാം വാക്യം നോക്കിക്കാട്ടെ. പാതാളവും നരകവും
യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹൃദയത്തിലെ വിചാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും വിവേചിച്ചറിയുന്നവനാണ് ദൈവം. നരകമെന്നാൽ നാം ആരും കണ്ടിട്ടില്ലാത്ത അദൃശ്യമായ ലോകമാണ്. അങ്ങനൊന്നുണ്ട് എന്ന് ലോകത്തിലെ മനുഷ്യൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ അത് ദൈവം മുൻപാകെ തുറന്നു കിടക്കുന്നു. ആ അദൃശ്യ ലോകം ഒരു ദൈവ പൈതലിന് യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആയത് ഈ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു വീക്ഷണം നൽകും. ഈ കാണുന്നത് മാത്രമാണ് ജീവിതം, ഇതിനപ്പുറം ഒന്നുമില്ല, ഇവിടം കൊണ്ട് സകലവും തീരുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഒരു ദൈവ പൈതലിനുള്ളതിൽ നിന്നും വ്യത്യസ്തമായ മൂല്യങ്ങളും മുൻഗണനകളും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥ ദൈവമക്കളല്ലാത്തവരുമായി നാം സംസാരിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട്. എന്നാൽ മറുവശത്ത്, അതായത് അദൃശ്യ ലോകത്തുള്ളത് എന്തെന്ന് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. താങ്കൾക്കോ എനിക്കോ അത് സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ എടുത്ത് നമുക്കും അവർക്കും യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാൻ കഴിയൂ. നമുക്കതിനുള്ള കഴിവില്ല. ശ്രമിച്ചു നോക്കൂ. നാം തെറ്റുകൾ മാത്രമേ ചെയ്യൂ. അത് വളരെ പ്രയാസമുള്ള കാര്യമാകുന്നു. ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 15-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ നിങ്ങൾ എന്നോടൊപ്പം നോക്കിക്കാട്ടെ. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കും, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. ഇത് എത്രയെത്ര പ്രാവശ്യം കണ്ടു. ഒരു പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല. ശാസന ഇഷ്ടപ്പെടാത്തവൻ പരിഹാസിയാകുന്നു. ശരിയാകുവാൻ മനസ്സുണ്ടെങ്കിൽ അല്ലേ പറയുന്നത് കേൾക്കൂ. 13-ാം വാക്യത്തിൽ പറയുന്നത് രസമായിരിക്കുന്നു. ചിരിയും നല്ല പ്രസാദവും സന്തോഷവും ഒക്കെ വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാകുന്നു എന്നും അവൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കുന്നതാകുന്നു എന്നും പൊതുവെ അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. ദുഃഖത്തിലും കുറ്റം മാത്രം കണ്ടുകൊണ്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വീക്ഷണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു വശമാണ് സന്തോഷമുള്ളവർക്ക് കാണുവാൻ കഴിയുന്നത്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നു. ഇവിടെ മനുഷ്യൻ്റെ തലയേക്കാൾ ഏറെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതോ വസ്തുതകളെ ശേഖരിച്ചു വയ്ക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ ആത്മീയ വിവേചന ശക്തി അഥവാ വിശുദ്ധീകരിക്കപ്പെട്ട സാമാന്യ ബുദ്ധി. ഇന്ന് ഈ പറഞ്ഞത് ദുർലഭമാകുന്നു എന്നെനിക്കറിയാം. 16-ഉം 17-ഉം വാക്യങ്ങൾ, ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. ദ്വേഷമുള്ളിടത്ത് തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്ത് ശാകഭോജനം നല്ലത്. ഇതിൻ്റെ നല്ലൊരു ഉദാഹരണം ദാനിയേലിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നതാകുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ദാനിയേൽ ഒരു യുവാവായിരിക്കുമ്പോൾ അവനെ ബാബേലിലേക്ക് ഒരു പ്രവാസിയായി, ഒരു അടിമയായി പിടിച്ചുകൊണ്ടുപോയി. അവൻ അസാധാരണമായ കഴിവ് കാണിച്ചതിനാൽ രാജാവിൻ്റെ സേവനത്തിനായി പരിശീലിപ്പിക്കുന്നതിലേക്ക് ദേശത്തെ വിദ്വാൻമാരുടെ കൂട്ടത്തിലാക്കി അവനെ. അങ്ങനെ ഉന്നത സ്ഥാനത്ത് കഴിയുമ്പോൾ അവന് നൽകിയ ഭക്ഷണം യഹൂദന്മാർക്ക് ദൈവം നിഷേധിച്ചിരുന്ന, അല്ലെങ്കിൽ യഹൂദന് ഭക്ഷിപ്പാൻ ദൈവം അനുവദിക്കാതിരുന്ന ഭക്ഷണ സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ശാകഭോജനം ആവശ്യപ്പെട്ടു. അവൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാലാണ് അങ്ങനെ ചെയ്തത്. ദൈവത്തെ സേവിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത്. ദൈവം ആ മനുഷ്യനെ എത്രമാത്രം ആദരിച്ചു എന്നോർക്കണം. അന്നത്തെ ലോകശക്തിയായിരുന്ന ആ സാമ്രാജ്യത്തെ പ്രധാനമന്ത്രിയായി ദൈവം ദാനിയേലിനെ ഉയർത്തി. തന്നെ മാനിച്ച തൻ്റെ ദാസനെ ദൈവവും മാനിച്ചു. അവൻ
ചെന്നിടത്തൊക്കെ അവനൊരു അനുഗ്രഹമായിരുന്നു എന്ന് നാം കാണുന്നു. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. ഇത് നമ്മെ വാസ്തവത്തിൽ 1-ാം വാക്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ക്രൂരനും കഠിനമായി സംസാരിക്കുന്നവനുമായ ഒരു മനുഷ്യൻ തൻ്റെ ഇടപെടലുകളാൽ ശണ്ട വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിച്ചാലും കലഹമുണ്ടാകും. ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിവാദ പുരുഷൻ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. എവിടെല്ലാം സത്യം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെല്ലാം കലഹമുണ്ടായിട്ടുണ്ട്. ഇത് വാസ്തവമായ കാര്യമാണ്. കാരണം സത്യം കേൾക്കണ്ടാത്ത ആളുകൾ അവിടെ ഉണ്ടാകും. ആരാണ് യഥാർത്ഥ വിശ്വാസിയെന്നും ആരാണ് യഥാർത്ഥ വിശ്വാസി അല്ലാത്തതെന്നും തെളിഞ്ഞു വരുന്നത് ദൈവവചനം പ്രസംഗിക്കുമ്പോഴാണ്. ദൈവവചനം വാസ്തവമായി പ്രസംഗിക്കുമ്പോൾ ആരാണ് സത്യം, ആരാണ് അഭിനയിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. 20-ാം വാക്യം നമുക്ക് നോക്കാം. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. തൻ്റെ കുട്ടി ഉയർന്നു വരുമ്പോൾ ഏതൊരു പിതാവും അതിൽ അഭിമാനം കൊള്ളും. അഥവാ ഉയർച്ചയല്ല എങ്കിൽ മിണ്ടുകില്ല. 21 മുതൽ, ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. താങ്കൾ പറയുന്നത് എന്താകുന്നു എന്ന് മാത്രമല്ല, എപ്പോൾ പറയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ശരിയായ വാക്ക് ശരിയായ സമയത്ത് ശരിക്കും പ്രയോജനപ്പെടും. അത് നമുക്കെല്ലാം അനുഭവമുള്ളതായിരിക്കും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. നാം തക്ക സമയത്ത് പറഞ്ഞ ചില വാക്കുകൾ എത്രമാത്രം അനുഗ്രഹമായിട്ടുണ്ട്, താങ്കൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും. 24 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നോക്കാം. ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. ദുഷ്ടൻ്റെ യാഗങ്ങളും വഴികളും വിചാരങ്ങളും ഒക്കെ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് നാം കണ്ടു. ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു മാറണം, അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതുണ്ട്. 27 മുതലുള്ള വാക്യങ്ങൾ. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. പത്രോസും ഇത് തന്നെ എഴുതുന്നു, ദൈവം നീതിമാൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന്. എന്നാൽ ദുഷ്ടന്മാരുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം ചെവി ചായ്ക്കുന്നില്ല. 30 മുതൽ ഒടുവിലത്തെ വാക്യം വരെ നമുക്ക് നോക്കാം. കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തൻ്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. ദൈവത്തിൽ നിന്നും പഠിക്കുന്നതിനായി താഴ്മയോടെ ദൈവസന്നിധിയിലേക്ക് വരേണ്ടതുണ്ട്. ആ പാഠം നമുക്കെല്ലാം ആവശ്യമാണ്. മാനത്തിന് വിനയം മുന്നോടിയാകുന്നു, യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു. എത്ര നല്ല ഉപദേശങ്ങൾ! നമ്മുടെ ജീവിതത്തിൽ ഇവ നാം പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും. പലപ്പോഴും ജീവിതത്തിൽ അഹങ്കാരം കൊണ്ടും ദുഷ്ടത കൊണ്ടും നിയമനിഷേധം കൊണ്ടും ഒക്കെ നാം കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്. എന്നാൽ വിനയം, ദൈവഭക്തി, നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതായ അനുഭവം, ഇതൊക്കെ ജീവിതത്തെ എത്രമാത്രം അനുഗ്രഹപ്രദമാക്കും, അർത്ഥവത്താക്കും എന്നറിയാമോ? അപ്രകാരത്തിലുള്ള ഒരു ജീവിതത്തിനായി താങ്കളുടെ ആയുസ്സിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ വകകളെയും അവൻ അനുഗ്രഹിക്കും. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം. ജീവൻ്റെ വചനം പ്രസംഗിക്കേണ്ടത്
എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് പൗലോസ് എഴുതിയ വാക്യങ്ങൾ നോക്കുക. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അതൊഴിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിയാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് യാക്കോബും പറയുന്നു. പരിജ്ഞാനത്തോടെ ദൈവവചന ഘോഷണം നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.